പമ്പയിൽ ഒരു അഡീഷണൽ സംഗമം നടത്തിയിട്ട് അവരെ ആരെയാണ് അവിടെ കാണാൻ പോകുന്നത്? അവർ കാണാൻ പോകുന്നത് പിന്നെ ഈ വാസവനെയായിരിക്കും, അല്ലെങ്കിൽ വിജയനായിരിക്കും, അങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പം അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ സംഗമമാണ്. ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ നേരത്തെ ഇവിടെ പറയപ്പെട്ടൊരു അഭിപ്രായം അതാണോ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഒരു കഷ്ടി 10 മാസം മാത്രം ശേഷിക്കുന്ന സമയത്ത് 2019 സമാനമായ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമായി വീണ്ടും ശബരിമല ഉയർന്നു വരാനുള്ള സാധ്യതകളാണോ? അല്ല, 2-3 പ്രശ്നങ്ങളിൽ ഈ ആഗോള സംഗമത്തിലുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോഴേ യഥാർത്ഥത്തിൽ അയ്യപ്പ ഭക്തന്മാർ എന്തിനാണ് ശബരിമലയ്ക്ക് പോകുന്നത്? അവർ പോകുന്ന അവരുടെ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ശബരിമലയ്ക്ക് പോകുന്നത്. ശബരിമലയ്ക്ക് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ട് അനുഷ്ഠിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. 48 ദിവസത്തെയൊക്കെ വ്രതം കഴിഞ്ഞിട്ട് കാലിൽ ചെരുപ്പില്ലാതെയാണ് ആളുകൾ പോണത്. അപ്പോൾ ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ ആഗോള സംഗമം നടക്കുന്നത്, അയ്യപ്പ ഭക്തന്മാരുടെ സംഗമം നടക്കുന്നത് 18ാം പടിക്ക് മുകളിലാണ്. അയ്യപ്പനുമായിട്ടുള്ള അവരുടെ കൂടിക്കാഴ്ചയിലാണ് ആ സംഗമം നടക്കുന്നത്. അതിന് പകരം ഇപ്പോൾ പമ്പയിൽ ഒരു അഡീഷണൽ സംഗമം നടത്തിയിട്ട് അവരെ ആരെയാണ് അവിടെ കാണാൻ പോകുന്നത്? അവർ കാണാൻ പോകുന്നത് പിന്നെ ഈ വാസവനെയായിരിക്കും, അല്ലെങ്കിൽ വിജയനായിരിക്കും, അങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പം അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ സംഗമമാണ്. ഇത് യഥാർത്ഥത്തിൽ ശബരിമലയുമായിട്ടോ അതിൻ്റെ പാരമ്പര്യങ്ങളുമായിട്ടോ അതിൻ്റെ സംസ്കാരവുമായിട്ടുള്ളോ അതിൻ്റെ നൈതികതയുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു രാഷ്ട്രീയ സംഗമം ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായും യഥാർത്ഥത്തിൽ ഒരു നിലയ്ക്കും കേരളീയ സമൂഹത്തിൻ്റെ ഗുണം ചെയ്യില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സമവായം കൊണ്ടുവന്നിട്ടാണ് സാധാരണ, പ്രത്യേകിച്ച് വൈകാരികമായ വിഷയങ്ങളാണ്, ദീർഘമായ പാരമ്പര്യങ്ങളുടെ വിഷയമാണ്, അത്രയൊക്കെ എല്ലായ്പ്പോഴും ഇത് ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രം എല്ലാ കാലത്തും കഴിഞ്ഞ 100 കൊല്ലത്തിൻ്റെ കേരളത്തിൽ ചരിത്രം കൊടുക്കും. വൈക്കം സത്യാഗ്രഹ കാലത്തായാലും ശരി, ഗുരുവായൂർ സത്യാഗ്രഹ കാലത്തായാലും ശരി, ആ സമയത്തൊക്കെ അന്നത്തെ ഭരണാധികാരികൾ ഈ വിഷയങ്ങളിലൊക്കെ സമവായം കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് പോയിട്ടില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ വളരെ മാന്യമായിട്ട് കേരളീയ സമൂഹം പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഏറ്റുമുട്ടലിൻ്റെയോ രാഷ്ട്രീയമായ നേട്ടങ്ങളുടെയോ അടിസ്ഥാനത്തിൽ കേരളീയ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗം എന്ന നിലയിലാണ് അവരൊക്കെ അത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗതി പെട്ടെന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു, ആഗോള സംഗമം വരുന്നു. ആഗോള സംഭവത്തിൽ അയ്യപ്പനുണ്ടാകുമോ? അയ്യപ്പനുണ്ടാവില്ല. അയ്യപ്പനും അല്ല, നേരെ മറിച്ച് ഈ വാസവനും വിജയനും അങ്ങനെയുള്ള ആളുകളാണ് അയ്യപ്പനും പകരം അവിടെ വരുന്നത്. ഇതൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള വേണ്ടി ശ്രമമാണ്. ഒരു നിലയ്ക്കും ശബരിമലയ്ക്കോ വിശ്വാസികൾക്കോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത്തരം കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് കുറെ കൂടി ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം സർക്കാർ പോവുകയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഈ സംഗമം അവർ ഏകപക്ഷീയമായി നടത്തുകയാണെങ്കിൽ നാളെ അത് ഈ സർക്കാരിനും ഇടതുപക്ഷത്തിനും പഴയ മാതിരി തന്നെ ഒരു ദുരന്തമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ചർച്ചയുടെ സ്വഭാവം തീർച്ചയായും ഇതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ഒരു സംശയത്തിലേക്കാണ് നയിക്കുക. ഇത് ഗുണം ചെയ്യത്തേക്കാളേറെ ദോഷം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.